ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലക്കിലേക്ക് സ്വാഗതം ഗായ്സ്. ഫ്ലക്ക് FL ഫസ്മിന ലല്ലു അപരാധ കഥകൾ അല്ലെങ്കിൽ അവിഹിത കഥകളിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരുന്ന വീഡിയോ വന്നു, പക്ഷെ ഭയങ്കര ഡിസപ്പോയിൻമെന്റഡ് ആയിരുന്നു. ഫസ്മിന ലല്ലുവിന്റെ വീഡിയോ റിയാക്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ വീഡിയോയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതൊരു അപരാധമായിട്ട് മാത്രം കണ്ടാൽ മതി. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ അപരാധം യൂണിവേഴ്സിലോട്ട് എൻ്റർ ചെയ്യാത്തവർ ഓടി രക്ഷപ്പെട്ടോളൂ. ഇത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. കാര്യം ഇത് വെറും കച്ചറ തൊട്ടി അലമ്പ് അലവലാതി കഥയാണ്, എനിക്കത് പറയാനുള്ളൂ. അപ്പം അപരാധം യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം എൻ്റെ വീഡിയോ ഉറ്റുനോക്കുന്ന കുറേ ആൾക്കാർ ഇപ്പം കാത്തിരിക്കുന്നുണ്ടെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറ്റം പറയുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ഇറക്കിയ വീഡിയോ ആണ്. 2 ദിവസം കൂടെ വൈകിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ തിരിയിട്ട് കത്തിച്ചേനെ. കാര്യം മണ്ണെണ്ണ നിറച്ച് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. തെലുങ്കന്മാർക്ക് ബാഹുബലി ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ടടാ ലല്ലുബലി. ഫസ്മിനയുടെ ലല്ലുബലി യൂണിവേഴ്സിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ് ഫസ്മിന ഇന്ന് പുറത്തോട്ടിരിക്കുന്നത്. പക്ഷെ ഭയങ്കര നിരാശയാണ് ആ ഒരു വീഡിയോ നമുക്ക് സമ്മാനിച്ചത്. കാര്യം ഞാൻ പറയാം. നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്. സോ ബേസിക്കലി ഇത് എല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. അപ്പം ഇത്ര നാൾ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് പേഴ്സൺ സെബിൽ എന്ന് പറയുന്ന ആൾ ഒരു 6-7 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം കള്ളങ്ങൾ പൊളിച്ചെടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഒരു 5-6 hours വരും. അപ്പോൾ അത്രയൊന്നും എനിക്ക് ഒറ്റ വീഡിയോയിൽ ഇടാൻ പറ്റില്ല. ഐ ഹോപ്പ് യു ആണ്. ഇതെന്താണ്, വെബ് സീരീസോ? ഇത് പാർട്ട് 1ഉം പാർട്ട് 2ലും ഒന്നും നിൽക്കത്തില്ലെന്ന് തോന്നുന്നത്. ആ 50ാമത്തെ എപ്പിസോഡിലെങ്കിലും ദൈവത്തെ ഓർത്ത് മറ്റേ ഡയറിയുടെ കാര്യമൊക്കെ ഒന്ന് പറയണം കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റെഡി ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. 50ാമത്തെ എപ്പിസോഡ് വരെ റേറ്റ് ചെയ്യാൻ റെഡിയാണ്. അണ്ടർസ്റ്റാൻഡ്. സോ നമ്മൾ പാർട്സ് ആയിട്ട് ഇരിക്കും ഇടുന്നത്. ആൻഡ് കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂ, ഇന്നലെ വരെ കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂയുടെ ഭാഗം വെച്ചിട്ട് ഞാൻ ഈ ക്ലോഷർ ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യവും. അതെ, ഓരോ ഇന്റർവ്യൂവും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ക്ലോഷറിന്റെ വീഡിയോ തന്നെ കുറെ കാണും ഗൈസ്. എന്താണെങ്കിലും നിർത്താൻ പോയില്ല. എന്നാ പിന്നെ അവനെ പിഴിഞ്ഞൂറ്റിഞ്ഞെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മുഖ്യം ഇതിൽ വരും ഡയറിയുടെ കാര്യം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ, പിന്നെ എന്തൊക്കെ ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ വന്നേക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം തരാൻ പോവുകയാണ്. ആരും പേടിക്കേണ്ട, ഒരു കാര്യം ഞാൻ മുക്കാൻ പോകുന്നില്ല. ഡോണ്ട് വറി. അപ്പൊ ഇതിന് മുമ്പേ അമ്മക്കായിരുന്നു ഇല്ലയോ എന്നല്ലേ അതിന്റെ അർത്ഥം? ഇതൊക്കെ എങ്ങനെ വെളുപ്പിക്കുമെന്നാണ് നമുക്കിനി കാണേണ്ടത്. ബാക്കി പറ. എന്തുകൊണ്ട് ഇത്ര നാളും വീഡിയോ ഇട്ടില്ല? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഇത്ര നാളും വീഡിയോ ഇട്ടില്ലെന്ന് വെച്ചാൽ ഐ ഡിഡ്ന്റ് ഹാവ് എ ഫോൺ. അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോണിലാണ്. അപ്പോൾ ഇത് നോക്കി സംസാരിക്കാൻ വേറൊരു ഫോൺ വേണം എനിക്ക്. 5 മണിക്കൂർ വീഡിയോ ഇല്ലയോ? സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വരാൻ കുറെ സമയം എടുക്കുമല്ലോ, മനസ്സിലായോ? അപ്പൊ പിന്നെ വീഡിയോ ലേറ്റ് ആവും, അതാ കാര്യം. 5 മണിക്കൂർ വീഡിയോ ആകുമ്പോഴത്തേക്ക് 2 പേജ് ഒതുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഫോണിലാണ്, അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഞാൻ എൻ്റെ എവിഡൻസസ് മൊത്തം ഇരിക്കുന്നത്. അപ്പം അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടി വന്നു. ഇന്നലെ എടുത്ത ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടി വന്നു. അപ്പോൾ ഇത്ര എവിഡൻസസ് ട്രാൻസ്ഫർ ചെയ്യാൻ കുറെ സമയം വേണ്ടി വന്നു. ഇത് 50,000 GB ഫയൽ വല്ലതും ആണോ? ഒരാഴ്ച എടുത്ത് എവിഡൻസസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മില്യൺ പേജുള്ള എഫ്സ്റ്റീൻ ഫയൽസ് പോലും ട്രാൻസ്ഫർ ചെയ്യാൻ ഇത്ര സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ എവിഡൻസസ് എന്ന് പറഞ്ഞിട്ട് ഫസ്മിന കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് 337 ഫയലുകളെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ 337 ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ എന്തോരം സമയം എടുക്കും? അതിനകത്ത് കൂടുതലും ഫോട്ടോസ് ഒക്കെയാണ്. വീഡിയോസ് ഒക്കെ ആണെങ്കിൽ GB കണക്കിന് വീഡിയോസ് എല്ലാം കാണുന്നത്. സിനിമ വല്ലതും പിടിക്കായിരുന്നു അതിനകത്ത് ഇരുന്നിട്ട്. ട്രാൻസ്ഫർ എത്ര സിനിമയാണെങ്കിൽ എത്ര സമയം എടുക്കൂടെ? ഇത്രയും ദിവസങ്ങളൊക്കെ എടുക്കൂ? വല്ലാത്തൊരു ട്രാൻസ്ഫർ തന്നെ കേട്ടോ. ഞാൻ വീട്ടിലല്ല നിന്നിരുന്നത്. ഞാൻ 1 വീക്ക് വേറെ സ്ഥലത്താണ് നിന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് സേഫ്. ബിക്കോസ് ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ എന്ത് കേസും ആയിക്കോട്ടെ, ജാമ്യമില്ലാത്ത വേർപ്പൊക്കെ തള്ളി നീക്കി വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ തലയിലോട്ട്. അപ്പം ഐ ഡിഡ്ന്റ് വോണ്ട് ടു ട്രബിൾ മൈ ഫാമിലി. പെരുന്നാൾ പോലും ഞാൻ എൻ്റെ വീട്ടിൽ കൂട്ടിയിട്ടില്ല ഈ വൃത്തിയായിട്ട ആൾക്കാർ കാരണം. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഐ വാസ് നോട്ട് ഹോം. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നമുക്ക് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആ കേസ് കള്ളക്കേസെന്ന് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ സൈഡിലുള്ളതുകൊണ്ടാണ്. അതിപ്പോൾ എന്തായാലും ഗുണമായില്ലേ? ഇപ്പം കഥയൊക്കെ എഴുതാനൊക്കെ ആണെങ്കിൽ തന്നെ ഒരു സൈലന്റ് പ്ലേസ്, ഒറ്റയ്ക്കൊരു സ്ഥലത്തിരിക്കാൻ നല്ലതാണ്. അതിനൊരു സാഹചര്യം അവൻ തന്നെ ഉണ്ടാക്കി തന്നില്ലയോ? ഭാവനയൊക്കെ അങ്ങോട്ട് വിരിയട്ടങ്ങോട്ട്, എവിഡൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് എടുക്കട്ടെ. നല്ല കാര്യം. ഈ വീഡിയോ ചെയ്യുന്ന ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സെബിൽ എന്ന് പറയുന്ന മൈ എക്സ് ഹസ്ബൻഡ്, ഓ മൈ ഗോഡ്, എക്സ് ഹസ്ബൻഡിൻ്റെ കുറേ ലീലാവിലാസങ്ങൾ എന്താ ചെയ്യുക. അപ്പം
ഈ നിന്റെ എക്സ് ഹസ്ബൻഡ് ഉടായിപ്പാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി കേരളത്തിൽ അതൊന്നും ഉടായിപ്പാണെന്ന് അറിയാത്ത ഇനി ആരുമില്ല. നമുക്കറിയേണ്ടത് ലല്ലുവിന്റെ എക്സ് വൈഫിനെ പറ്റിയാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ. അതിനെപ്പറ്റി പറയൂ, നമുക്കതാണ് കേൾക്കേണ്ടത്. വീഡിയോ ഇട്ടിട്ട് ചെയ്യാം. ആൻഡ് ഇത്രയും കാമായിട്ട് എങ്ങനെ ഞാൻ സംസാരിക്കുന്നതെന്ന് ഞാൻ തന്നെ എന്നെ നോക്കി വിചാരിക്കുകയാണ്. ബിക്കോസ് ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് കേൾക്കേണ്ട ഒരു മനോവികാരം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ റോട്ടി കൂടെ പിടിച്ച് ഒരച്ചോണ്ട് പോകാനുള്ള ദേഷ്യം വന്നു. എനിക്ക് അവൻ്റെ സൗണ്ട് കേൾക്കുന്ന പോലും ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ഇഷ്ടമല്ല. അത്രയും വെറുപ്പാണ്. പിന്നെ ഇവനെ അപരാധിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഡോളറിന്റെ കാര്യം ഓർക്കുമ്പോൾ ആ അറപ്പ് നമ്മൾ അങ്ങ് മറക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാം ഒരു ഡോളർ മയമാണല്ലോ. സച്ച് എ മാനിപ്പുലേഷൻ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇൻ്റർവ്യൂ ചെയ്ത് ആൾക്കാരെയൊക്കെ സൈഡിലോട്ട് ആക്കിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഹീസ് എ വെരി ഗുഡ് മാനിപ്പുലേറ്റർ. എന്തായാലും ഞാൻ ഈ മാനിപ്പുലേഷനിൽ ഒരു 11 months സഹിച്ചു തന്നിട്ടുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്ക് ഒറിജിനലി ബൈപ്പോളാർ വന്നോന്ന് എനിക്ക് തോന്നി. ബൈപ്പോളാർ അല്ല, മെൻ്റൽ ആയോന്ന് എനിക്ക് തോന്നിപ്പോയി. ഇവൻ്റെ കൂടെ ജീവിച്ചാൽ ചിലപ്പോൾ മാനസിക രോഗം വരും എന്നുള്ളതുകൊണ്ട് ഭാഗ്യത്തിനെന്തോ ഞാൻ ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും മാനിപ്പുലേറ്റ് ഇവൻ ചെയ്തിട്ടും നീ പിന്നെയും അവന്റെ കീഴിലോട്ട് എന്തിനാണ് പോയതെന്നാണ് നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്ത. അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തന്നേരം നമുക്കൊന്നും മനസ്സിലായേനെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് പോലും ഇത്രയും കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. അതായത് ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ഇൻ്റർവ്യൂ പാർട്ട് മാത്രമാണ് 40 minutes. ഞാൻ ഇത് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് 1.5 മണിക്കൂർ എന്തോ ആവും. ദൈവമേ, ഫസ്റ്റ് പാർട്ട് മാത്രം 40 minutes. ഇനി ഇവിടെ കുത്തിയിരുന്ന് എല്ലാ ഇന്റർവ്യൂ റിയാക്ട് ചെയ്യാൻ പോകുന്നു. അവനൊരു 10-20 ഇന്റർവ്യൂ ആണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി എല്ലാം റിയാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഉയര് തീരുമല്ല. അപ്പം അറിയാൻ ആകാംക്ഷയുള്ളവർ മാത്രം കാണുക. അറിഞ്ഞിട്ട്, അതായത് ഞാൻ ഫൈനൽ പാർട്ട് ഇട്ട് എൻഡ് ചെയ്തിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഫൈനൽ പാർട്ട് ഇട്ട് ജഡ്ജ് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ. 2 ഭാഗം കേട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് വെറുതെ വന്നിരുന്ന് ഡയലോഗ് അടിക്കാണ്ടിരിക്കുക. നമ്മക്കിട്ടാണെന്ന് തോന്നുന്നു. അതെന്താ ഫസിമോളെ അങ്ങനെ നീ പറഞ്ഞത്? നീ ഈ കടലിൽ വലയിട്ട് സ്രാവിനെ പിടിക്കുമ്പോൾ നമ്മൾ ആ കരയിലിരുന്ന് 2 ചൂണ്ടയിട്ട് ഒരു മത്തിക്കുഞ്ഞിനെങ്കിലും പിടിച്ചോട്ടെ ഫസിമോളെ. നീ അങ്ങനെ അങ്ങ് സംസാരിക്കരുത് കേട്ടാ. എല്ലാം ഒരു ഡോളർ മയമല്ലേ, അത് മനസ്സിലാക്കണം. ഡയലോഗ് അടിക്കുന്ന ആൾക്കാരാണ്, അതായത് മനസ്സ് മാറുന്ന ആൾക്കാരാണ്. മനസ്സ് മാറിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് ഞാനല്ലേ എൻ്റെ കാര്യം നോക്കുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്നവർ, ഈ കമൻറ്റ് ഇടുന്നവരെ ഒന്നും എന്നെ ബാധിക്കുന്ന ആൾക്കാരല്ല. ഇറ്റ്സ് നോട്ട് മൈ ഫാമിലി ഈവൻ. എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന ആൾക്കാരോ എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവർ ഇവരാരും അല്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫോൺ സ്ക്രീനിൽ കാണുന്ന ഒരു ഇതേ എനിക്കുള്ളൂ. ത്രൂ എ മീഡിയം ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കുന്നു. അല്ലാണ്ട് ഇവിടെ കൊള്ളുന്ന ബന്ധം എനിക്കില്ല നിങ്ങളാരുമായിട്ട്. പിന്നെ എന്തിനാ മുത്തേ നീ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ഇടുന്നത്? ഈ കമന്റ് ഇടുന്നവർക്ക് റിപ്ലൈ കൊടുക്കാൻ നിൽക്കുന്നത്. കൊള്ളുന്നില്ലെങ്കിൽ മാറി കേട്ടോണ്ടെങ്കിൽ ഇരുന്നാൽ പോരെ. കൊള്ളുന്നത് കൊണ്ടാണല്ലോ വന്ന് കുത്തുന്നത് കമന്റ് സെക്ഷനിൽ. എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോ ടു ദ ഇൻ്റർവ്യൂ ഗൈസ്. ഫസ്റ്റ് തന്നെ പോപ്പിൻസ് മീഡിയ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ ഇട്ടുകൊണ്ട് കൊള്ളാം. Broadcaster or its channel cannot be held accountable for all or any views expressed during this program. ഇത് അവർ ഇട്ട എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എന്തെങ്കിലും, അതായത് ഈ വീഡിയോയ്ക്കെതിരെ എനിക്ക് സൈബറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് കൊടുക്കാൻ പറ്റില്ല. പറയുന്നത് ഡിഫമേഷൻ ആണ് അല്ലെങ്കിൽ എന്നെപ്പറ്റി കള്ളമാണ് പറയുന്നത്. ബിക്കോസ് അവർ ഓൾറെഡി അവരുടെ സൈഡ് ക്ലിയർ ചെയ്ത് ഡിസ്ക്ലെയിമർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, സത്യമാണോ കള്ളമാണെന്ന്. വെറുതെ കിടന്ന് ഇന്റർവ്യൂ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. വെറുതെ കിടന്ന് ഇന്റർവ്യൂ വിളിക്കുന്നു. അപ്പൊ ഫസിമോൾ പറയുന്നത് അവർ ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്, ലല്ലു പറയുന്നതായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല, അവൻ പറയുന്നത് കള്ളമാണ്, അവനെ വെറുതെ വിളിച്ച് ഇന്റർവ്യൂ എടുത്തേക്ക്, അത്രേ ഉള്ളൂ. ആക്ച്വലി ഈ പറയുന്ന ഇതാണ് ആ ഒരു ഡിസ്ക്ലെയിമർ. ഇതിനകത്ത് ബ്രോഡ്കാസ്റ്റർ ഓർ ദ ചാനൽ കനോട്ട് ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ all or any views expressed during this program എന്നും പറഞ്ഞിട്ട് ഈ ഡിസ്ക്ലെയിമർ കൊടുത്തതിനെ പറ്റിയാണ് ഫസിമോളിൽ പറഞ്ഞേക്കുന്നത്. ആക്ച്വലി പോപ്പിൻസ് മീഡിയ അവരുടെ എല്ലാ വീഡിയോയ്ക്കകത്തും ഈ ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട് വെറൈറ്റി ഫാർമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയുണ്ട്, പുള്ളി കൃഷിയാണ്. അയാളുടെ ഇന്റർവ്യൂവിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു വീഡിയോ, അതിനകത്തും ഇത് കൊടുത്തിട്ടുണ്ട്, ഇന്നലെ ഇട്ടതാണ്. അവൻ എല്ലാത്തിനകത്തും ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അത് ലല്ലുവിന്റെ വീഡിയോ ആയതിന്റെ പേര് മാത്രം ഡിസ്ക്ലെയിമർ കൊടുത്തതൊന്നും അല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. അത് അങ്ങനെ പറയരുത്. ഇതിപ്പോ നാളെ നിന്നെ വിളിച്ചെടുത്ത് ഇന്റർവ്യൂ എടുത്താലും നിനക്കും ഇത് അവരിട്ട് തരും, അത്രേ ഉള്ളു. ഡ്രൈവറിന് തല്ല് കിട്ടിയത് സെബില് കാരണമാണെന്നാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ? അത് സത്യമാണ്. അതായത് ഇവന്റെ കൂടെ നടക്കണ ഒരാളാണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരവസ്ഥ നോക്കണേ, ഒരുത്തന്റെ വീഡിയോ ഒരുത്തിരുന്ന് റിയാക്ട് ചെയ്യുന്നു. ആ റിയാക്ട് ചെയ്ത വീഡിയോ
ഇവിടെ ഇത് റിയാക്ട് ചെയ്തു. ഇനി എന്നെയും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് ചെയിൻ റിയാക്ഷൻ പോലെ ഇങ്ങനെ പോയായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നു. സ്ക്രീനിൽ പിന്നെ അത് വരും. ഒക്കെ കുറെ കാലമായിട്ട് കുറേ നാളായിട്ട് നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറേ നാളായിട്ട് ഒരുമിച്ച് താമസിക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിൽക്കാൻ സ്ഥലമുണ്ട്. പിന്നെ എന്തിനാണ് മോൻ്റെ ഡ്രസ്സും ഷഡ്ഡിയും കാര്യങ്ങളൊക്കെ സഫയുടെ അവിടെ വന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ബാഗൊക്കെ എടുത്ത് സഫയുടെ ഫ്ലാറ്റിൽ വെക്കുന്നു? അതെനിക്ക് മനസ്സിലാവുന്നില്ല. നാജിക്ക് സ്ഥലമുണ്ട്, മുഹമ്മദ് സെബിലിന് സ്ഥലമുണ്ട്. സോ വൈ? കാരണം സഫ പറയുന്നത് നമുക്ക് കേൾക്കാവേ. ഓൾറെഡി ബാഗ് വണ്ടിയിൽ വെക്കാൻ പറ്റത്തില്ല, CNG വണ്ടിയാണ്, ഡിക്കി സ്പേസ് ഒന്നുമില്ല. അപ്പൊ ആ സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബാഗ് ഇവിടെ വെച്ചോട്ടേന്ന്. പക്ഷെ ഇന്ന ആളുടെ ലല്ലുവിന്റെ ബാഗ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ലല്ലുവിൻ്റെ ബാഗ് എന്റെ പൊന്ന് ഫസി, യവന്റെ ഷഡ്ഡിയും ബ്രായും മറ്റേ ബാഗും കിട്ടിയ കഥ കേട്ട് കേട്ട് നമ്മൾ മടുത്ത്. നമ്മൾ വിശ്വസിച്ചടേത് ഇവന്റെ തന്നെ, ഇവർ തമ്മിൽ അവിഹിതം വിശ്വസിച്ച്. നീ ബാക്കി പറ, നീ ചുമ്മാ ഈ ഹൈപ്പ് മുതലെടുക്കരുതേ. ഈ ഹൈപ്പ് മുതലെടുത്ത് ഇത് പറഞ്ഞ് പിന്നെ പറഞ്ഞോണ്ടിരിക്കാതെ. അവിടെ വന്ന പോലീസിനില്ലായിരുന്നു ഈ ഒരു പ്രശ്നമൊന്നും. ലൈക്ക് പോലീസ് കണ്ടിട്ടില്ല ഈ അടിച്ച പാടും കാര്യങ്ങളൊന്നും. അപ്പം ആ പോലീസ് പോകുന്നതോട് തന്നെ സെബിലും നാജി അവിടെ നിന്ന് പോയി. പിന്നെ എപ്പോഴാണ് അടി ഏറ്റതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് സെബിൽ അടി കൊടുത്തു അല്ലേ സെബിൽ? അതങ്ങോട്ട് പറയുക. എക്സ്റേ 1-ാം തീയതി എക്സ്റേ എനിക്ക് കാണണം. അന്ന് ഹോസ്പിറ്റലിൽ പോയെന്നാണ് ഇവൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ വേറെ ഏതോ പേരറിയാത്ത പേര് കിട്ടുന്നില്ല അളിയന്. അപ്പം ഈ ഹോസ്പിറ്റലിലൊക്കെ പോയതിൻ്റെ കമ്പിപ്പാര വെച്ച് അടിച്ചതിൻ്റെ പ്രൂഫ് കാണിക്കാം, ഹോസ്പിറ്റൽ ഡേറ്റ് വെച്ചിട്ട് കാണിക്കുക. പിന്നെ FIR പിറ്റേ ദിവസം ഇട്ടതെന്ന് ഇവനിപ്പോൾ പറഞ്ഞു. FIR പിറ്റേ ദിവസമല്ല ഇട്ടേക്കുന്നത്. ഞാനിവിടെ FIRൻ്റെ ഇത് കൊടുക്കാം. 1-ാം തീയതി നടന്ന സംഭവത്തിന് 4-ാം തീയതിയാണ് FIR ഇട്ടത്. എന്താണ് 2 ദിവസം താമസം? എന്താണ് കേസ് കൊടുക്കാൻ? പോയ ഹോസ്പിറ്റൽ നെയിം പോലും അറിയത്തില്ല. ഫസി, നമ്മൾ വിശ്വസിച്ച് ലല്ലുവാണ് മറ്റേ ടാക്സി ഡ്രൈവർ അല്ല ഊബർ ഡ്രൈവറിനെ അടിച്ചത്. അവൻ ഫാബ്രിക്കേറ്റ് ചെയ്ത സാധനമാണ്. 1-ാം തീയതി അവൻ FIR കൊടുക്കാഞ്ഞത് കള്ളത്തരവായോണ്ടാണ്. ഇതെല്ലാം നമ്മൾ വിശ്വസിച്ച് പിറ്റേന്ന് FIR ഇടാൻ പോയെന്ന് പറഞ്ഞത് ഇപ്പോൾ കള്ളം അത് തെളിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും വിശ്വസിച്ച് എല്ലാം വിശ്വസിച്ച്. നീ പറയുന്നത് ശരിയടേ. ഇവൻ ഇവൻ ഉടായിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. നീ പിന്നെ അത് പ്രൂവ് ചെയ്യണ്ട, നീ കാര്യത്തിലോട്ട് വാ. അത് നീ ഇപ്പൊ പറയണ പോലെ ലല്ലു ഫിസിക്കലായിട്ട് യൂസ് ചെയ്യാനും അല്ലാണ്ട് യൂബർ ഓടാനൊന്നല്ല. സഫവും ഇവനും ഫിസിക്കലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കറങ്ങി നടക്കണേ. ആണ്, നിനക്കറിയാതെ അല്ലേ? നാജി സത്യം പറഞ്ഞ സത്യമല്ലേ? സത്യം എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലടാ. ഇവര് തമ്മിൽ റിലേഷൻ ഉള്ള എനിക്കറിയില്ല. ഇവര് തമ്മിൽ റിലേഷൻ എന്തുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഒരു വട്ടം സെക്സ്വലി മാത്രം യൂസ് ചെയ്യാൻ. 2 വട്ടം. ഒരുത്തി സ്വന്തം ഭർത്താവിന്റെ അവിഹിതം പിടിക്കാൻ വേണ്ടി നടക്കുന്നു, ഒരുത്തൻ സ്വന്തം ഭാര്യയുടെ അവിഹിതം പിടിക്കാൻ വേണ്ടി നടക്കുന്നു. ഈ പിടിക്കാൻ നടക്കുന്ന ഭാര്യയ്ക്ക് വേറെ അവിഹിതം ഉണ്ടെന്ന് ഡയറി വഴി വേറൊരുത്തൻ വന്ന് പറയുന്നു. ഇത് എന്തിനാണിത്? ഇതിനൊരു അന്ത്യമില്ലേ? പണ്ടാരം കേട്ട് മനുഷ്യന്റെ ഭ്രാന്തളകുന്നു. ഈ സത്യം പറഞ്ഞ ഇപ്പൊ രാത്രി കണ്ടല്ലേ ഞാൻ ഇപ്പൊ അവനെ നീ റൂമിലാക്കി കൊടുത്തു സഫയുടെ. എന്തിനു ഡ്രോപ്പ് ചെയ്തു സഫയുടെ റൂമില്? സത്യം പറഞ്ഞാൽ മതി. നീ പുറത്തേക്കായിരുന്നു, ഇപ്പൊ രാത്രി എന്തെങ്കിലും പുറത്താക്കി? എനിക്കറിയില്ല. അവനവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറയാൻ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്തു. അപ്പം ഡ്രോപ്പ് ചെയ്ത് പുറത്ത് വണ്ടിയുടെ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കുന്ന ദാറ്റ് ഈസ് കള്ളവെടി ബ്രോ. കൂട്ടുകാരനകത്ത് പോയി പ്ലക്കാൻ പോകുമ്പം പുറത്ത് കൂട്ടി വയ്ക്കുന്നതിനാണ് നമ്മൾ കള്ളവെടി എന്ന് പറയുന്നത്. അതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. അപ്പം കൂട്ടുകാരന് പുറത്ത് നിർത്താതെ അകത്ത് പ്ലക്കുന്നത് കള്ളവെടിയല്ല. സെക്സ് ചെയ്ത് കഴിഞ്ഞ് IPL കഴിക്കുവാണെങ്കിൽ കള്ളവെടി മാഞ്ഞു പോകുമെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് ഈ ടൈമിൽ സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റമദാനാണ്. ഇനി കുറിച്ചിട്ട് സംസാരിക്കാനേ താല്പര്യമില്ല. രാത്രി 2 മണിക്ക് ലൈവ് ഇടുന്നത്. അതിൻ്റെ ഇടയിൽ കോള് വരുന്നു. ചങ്ങായിക്ക് ലൈവ് ഇടാൻ പോലും സ്വൈര്യം കിട്ടുന്നില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് റമദാൻ മാസത്തിലാണല്ലോ കുട്ടാ ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത്. ഇൻ്റർവ്യൂവും കാര്യങ്ങളും ബാക്കി കുറേ കമ്പിച്ചാറ്റും കാര്യങ്ങളും ഒക്കെ റമദാൻ മാസത്തിലാണ് നടന്നിരിക്കുന്നത്. ഡബിൾ ഡാഡി സിൻഡ്രം ബ്രോ, അതാണ് ഇതിൻ്റെ പേര്. 2 തന്തയുടെ സ്വഭാവം. റമദാൻ മാസത്തിൽ പച്ചിറച്ചി തിന്നൂല എന്ന് പറഞ്ഞ ആള് എന്നെ ഇട്ട് പച്ചിറച്ചി തിന്ന് പച്ചിറച്ചിയുടെ ഇതും വലിച്ചു കീറിയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്. അല്ല ഫസ്മിനെ ഞാൻ ഡൗട്ട് ചോദിച്ചിട്ട്, ഈ റംദാൻ മാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ വട്ടത്തെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ സംഭവം നടന്നത്. ആസ് പെർ ഫസ്മിന ഡയറി ഡേറ്റ്
മാർച്ച് 2026 ഈ പറയുന്ന ഏപ്രിൽ അമ്മ കടക്കുന്നത്. ഇതും റംദാൻ മാസത്തിലാണ് നടന്നത്. ആസ് പെർ യുവർ ഡയറി ഡേറ്റ് ഫെബ്രുവരി 2026 ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു എന്ന് കിടക്കുന്നത്. ഇതും റംദാൻ മാസത്തിലാണ്. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റിനെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അവന് കമ്പിച്ചാറ്റും കള്ളവടിയും വെക്കാൻ പോകണമെങ്കിൽ കന്നിമാസത്തിലെ പട്ടിക്കിന് പ്രത്യേകിച്ച് മാസം തേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മാസം ഏത് മാസമാണല്ലോ അവന്മാർക്ക് അത് തന്നെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഫസ്മിനെ അതൊന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അത് അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ നിനക്കിത് പറയാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. രണ്ടും കണക്കാ. ഇന്നത്തെ ഏറ്റവും വലിയ ഉടായ്പ ഏതാണെന്ന് നിങ്ങളങ്ങ് പരസ്പരം ഒരു മത്സരം നടത്തി തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓഡിയൻസ് ഇവിടെ പുറത്ത് നിന്ന് കളി കണ്ടോളാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അവരാധിക്കുകയോ തമ്മി തല്ലിയോ എന്താന്ന് വെച്ചാൽ ചെയ്തു. ആൾക്കാരുടെയൊക്കെ തൊര കാണുന്ന കമന്റ് സെക്ഷൻ, എന്റെ കമന്റ് സെക്ഷനിൽ തന്നെ ഇന്നലെ വന്നു ചേട്ടാ ഫസ്മിനെ വീഡിയോ ഇട്ട് വന്ന് വീഡിയോ ചെയ്യും. ഉള്ള കാര്യം പറയാലോ, ഫസ്മിനയുടെ വീഡിയോ ഭയങ്കര ബോറാണ്, കണ്ടിരിക്കാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒക്കെ എനിക്ക് വലിയ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് അതിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോഴത്തേക്ക് ഇത് മിക്കവാറും ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് ഫസ്മിന് അടുത്ത വീഡിയോ ഇടും. അത് നോക്കട്ടെ, നാളെ ഇന്ന് വൈകിട്ട് ടൈപ്പിലൊക്കെ തുടങ്ങുകയാണ്. ഇന്ന് ഇടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഇടാം. ഓക്കെ, എനിക്കതൊക്കെ പറയാനുള്ളൂ. അല്ല, ഫസ്മിനെ കഴിഞ്ഞ ദിവസം എന്റെ കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, വലിയ ആവേശം കാണിക്കേണ്ടത്. എനിക്കിനകത്ത് യാതൊരു ആവേശമില്ല. നിന്റെ അവരാതൊക്കെ കേൾക്കണ്ട, എനിക്കെന്തിനാണ് ആവേശം? നീ നിന്റെ കെട്ടിയവന്റെ അവിഹിതം പൊക്കാൻ വേണ്ടി നടക്കുന്നു. അതിനകത്ത് നമുക്കതിനകത്ത് ആവേശം കൊള്ളണ്ട, അല്ലെങ്കിൽ കോൾ മയിര് കൊള്ളേണ്ട ആവശ്യമൊന്നും ഇല്ല. മനസ്സിലായ പറഞ്ഞത് ഡിസംബർ മാസത്തിൽ സെബിൽ എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ നോക്കിയ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും പൈസ ഇല്ല, ഒന്നുമില്ല, ഇതില്ല, ജോലിയില്ല, ആ വാങ്ങിച്ചിരിക്കുന്ന ബാഗെങ്കിലും എനിക്ക് തരുമോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ബാഗ് എടുത്ത് കയ്യിൽ കൊടുത്തു. എൻ്റെ ഉണ്ടായിരുന്ന ഞാൻ വാങ്ങിച്ച ബാഗിൻ്റെ കാര്യങ്ങൾ മൊത്തം അവൻ്റെ കയ്യിലോട്ട് ഞാൻ കൊടുത്തിട്ട് അതെടുത്തെങ്കിലും ജോലി എടുക്കും, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വെച്ചിട്ട് അവരെടുത്ത ബാഗ് എടുക്കും, അവർ പിന്നെയും പോയി സ്റ്റോക്ക് എടുത്തോളാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അന്ന്. അപ്പോൾ ഈ ബാഗ് വേണ്ടവർ, ഈ ബാഗ് ഇതുപോലത്തെ ബാഗ് വേണ്ടവർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്. സോ മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാരണം ഈ ബാഗ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കാം. സോ ആ വീഡിയോ ഇട്ടേക്കുന്ന ടൈം നോക്കിയാൽ മതി. അവൻ പോയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ കയ്യിലാണ് ആ ബാഗ് ഇരിക്കുന്നത്. ജസ്റ്റ് ടു പ്രൂവ് ഞാൻ ആ ബാഗ് എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ എടുത്ത് കൊടുത്തതാണ്. നല്ല മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോകരുത്. ഫസ്മിനെ പച്ചയ്ക്ക് ചതിച്ച, കൂടെ താമസിക്കുമ്പോൾ പോലും മറ്റവളുമാരുമായിട്ട് കമ്പിച്ചാറ്റ് നടത്തുന്ന, ചുണ്ടാമണിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന, ചുണ്ട് കടിച്ചു പിടിച്ച എൻ്റെ ചക്കരി ഉമ്മ എന്ന് പറയുന്ന ലല്ലുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫസ്മിനയുടെ ആ ഒരു വലിയ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ഇത്രയും വലിയ മനസ്സ് ഈ കേരളത്തിൽ വേറെ ഏതെങ്കിലും പെങ്കൊച്ചിനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 100,000 പേരെടുത്താൽ ചിലപ്പോൾ ഇതുപോലെ ഒരു പെങ്കൊച്ച് ഫസ്മിനെ മാത്രമേ കാണത്തുള്ളൂ. വലിയ മനസ്സ് സമ്മതിക്കണം കേട്ടോ. ആൻഡ് ദിസ് വീഡിയോ ഈസ് എ യൂസ്ലെസ് വീഡിയോ ഗൈസ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു തേങ്ങാക്കൊലയില്ല. ഫസ്മിനെ വൺസ് ഇത് പ്രൂവ് ചെയ്ത കാര്യം അഗെയിൻ ആൻഡ് അഗെയിൻ പിന്നെയും പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഇതിനകത്ത്. മറ്റേ ചെറുക്കൻ്റെ ഊബർ ഡ്രൈവറിന്റെ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഊബർ ഡ്രൈവറിന് മുമ്പുള്ള ഒരു ഊബർ ഡ്രൈവറിന്റെ വോയിസ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ സഫയുടെ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ നൈബറിന്റെ ചാറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കണക്ട് ചെയ്യപ്പെടുന്ന പാട് ഫസ്മിനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പുള്ളിക്കാരത്ത് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. യവൻ ഉടായ്പാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ലോക ഫ്രോഡായിട്ടുള്ള ലല്ലു ഫ്രോഡാണെന്ന് തെളിയിക്കുന്ന ഫസ്മിനെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് കാണുന്നത്. സീരിയസ്ലി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിപ്പോയി നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കേട്ടോ. ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഫസ്മിനയുടെ ഡയറിയെ പറ്റിയാണ്. അതിനെപ്പറ്റി പറയൂ. ഇതുപോലെ ലല്ലുവിനെ ഇതുപോലെ എന്താ പറയാ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത് എന്തിനാ? ഇവിടെ കല്യാണം കഴിക്കുമ്പോഴേക്ക് 89.something സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞാൻ അന്ന് റിലേഷനിലായ ടൈമില് ഇവിടെ ഇന്നെ പക്ക ലോക്കാക്കിയ വേറെ കാര്യം. ഞാൻ ലോക്കാക്കിയെന്നോ പരമ ചെറ്റട കവാലക്കുച്ചി അടിച്ച് പൊട്ടിക്കണ നോയിഞ്ചോ. ഒന്നുകൂടെ കേൾക്കട്ടെ, ഒരു മിനിറ്റ്. കല്യാണം കഴിക്കുമ്പോഴേക്ക് 89.something സബ്സ്ക്രൈബേഴ്സ്. കല്യാണം കഴിക്കുമ്പോൾ 89.something സബ്സ്ക്രൈബേഴ്സ്. ഞാനിവിടെ എൻ്റെ യൂട്യൂബിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഇവനെ നിക്കാഹ് കഴിക്കുന്ന February 16, 2025 വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആ ടൈമിൽ 28K എന്തോ ഉള്ളൂ. 28K ഉള്ളൂ, 89 അല്ല കൂട്ട. അങ്ങനെ നീ കണക്ക് കൂട്ടല്ലേ. 28K ഉള്ളൂ ഇവനെ നിക്കാഹ് കഴിച്ചിട്ട്. ഇവൻ പോകുന്ന ടൈമിൽ ഉള്ള ഇത് കാണിച്ചു തരാം. സെപ്റ്റംബർ 12 ഇവൻ പോകുമ്പോഴും 66 ആയിട്ടുള്ളൂ. അപ്പം നീ പറയുന്ന 89 എനിക്ക് അപ്പോഴും ആയിട്ടില്ല. സോ ഇതെൻ്റെ ഡാഷ്ബോർഡാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് കൂട്ടാൻ വേണ്ടത്? എനിക്ക് 89 ഇല്ല. ഓക്കെ, പിന്നെ എനിക്ക് പറയാം 89 ആയത് എനിക്ക് തോന്നുന്നു ആ വർഷം അവസാനം ഇവൻ പോയി കഴിഞ്ഞ് ഇവൻ്റെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് 89 ആവുന്നത്. ഓക്കെ, സോ ഒരു വർഷം ഫുള്ള് ഞാൻ നിന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന വർഷം എനിക്ക് അങ്ങനെ റീച്ച് കയറിയിട്ടില്ല. കാരണം ആർക്കും
നിന്റെ തിരുമോന്ത കാണുന്നത് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അപ്പം ഫസ്മിന ലല്ലുവിനെ വെച്ചല്ല റീച്ച് ഉണ്ടാക്കിയത്, ഇവൻ പോയി കഴിഞ്ഞാണ് റീച്ച് ഉണ്ടായത് എന്നാണ് ഫസ്മിന പറഞ്ഞു വരുന്നതെന്ന് തോന്നുന്നു. ഫസ്മിന ഇനി എന്തൊക്കെ പറഞ്ഞാലും ഫസ്മിനയുടെ ചാനലിന്റെ ഐശ്വര്യം ലല്ലു ആണ്. ഫസ്മിന ഇട്ടിട്ടുള്ള 95% വീഡിയോസിലും ലല്ലുവിന്റെ കോണ്ടന്റ് ആണ്. ഫസ്മിനയേക്കാൾ കൂടുതൽ ആ ചാനല് ലല്ലുവിന്റെ ഫേസ് വാല്യൂ കൊണ്ടാണ് ഓടുന്നത്. നിന്റെ ചാനൽ കാണാൻ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഫസ്മിനയുടെ കരച്ചിലോ ക്യൂട്ട്നെസ്സോ കാണാൻ വേണ്ടി വരുന്നതല്ല, ലല്ലുവിന്റെ കമ്പിക്കഥ കേൾക്കാൻ വരുന്നതാ. മനസ്സിലായോ? പണ്ടൊക്കെ ഫയർ മുത്തുജിപ്പിയായിരുന്നു, ഇപ്പൊ ഫസ്മിനയുടെ യൂട്യൂബ് എടുത്താൽ മതി എല്ലാം കിട്ടുമെന്നുള്ള രീതിയിലായി. ലല്ലുവിന്റെ കമ്പിക്കഥകൾ പല രീതിയിൽ, പല ഭാവത്തിൽ, പല കോലത്തിൽ ഫസ്മിന പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലോട്ട് പുറത്തുവിടാൻ പറ്റാത്തത് ടെലിഗ്രാം ചാനലിനകത്ത് പ്രൈവറ്റ് ആയിട്ട് പുറത്തുവിടുന്നു. ഇത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള കമ്പി സാധനങ്ങൾ പുറത്തുവിടുന്ന ഈ അടുത്തിടയ്ക്കൊന്നും വേറെ ചാനൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അതും സ്വന്തം ഹസ്ബൻഡിൽ. നീ ഒരു അവിഹിതം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങിക്കൂടി, നിനക്ക് നല്ലൊരു കഴിവുണ്ട് അതിനകത്ത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന്റെ അവിഹിതം കാരണം കുടുംബം നശിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കേരളത്തിലും അങ്ങോളം ഇങ്ങോളം ഒക്കെ ഉണ്ട്. എന്നാൽ ഇവർക്കൊക്കെ ഒരു തണലാവാൻ നിന്നെ കൊണ്ട് പറ്റും. നീ ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി. തുണിക്കച്ചവടം വിട്ടുപിടി, ഈ രീതി ട്രൈ ചെയ്യും. സൂപ്പർ ബിസിനസ് ഐഡിയ ആണ്, എന്ത് പറയുന്നു, പൊളിക്കും. ആൻഡ് ഇതിങ്ങനെ പറഞ്ഞ് 1 മിനിറ്റ് 1 മണിക്കൂർ 10 മിനിറ്റ് ഉള്ള വീഡിയോ എങ്ങാണ്ട് അതിനകത്ത് ഒന്നുമില്ല. ആൻഡ് ഇതിങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനമാകുമ്പോൾ ഫസ്മിന് ഒരു സാധനം എടുത്തുണ്ട്. ഫസി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ലല്ലുവായിട്ട് കല്യാണം കഴിക്കുന്നത്. നിക്കായിക്കുള്ള മെയിൻ റീസൺ, പെട്ടെന്ന് നിക്കായിക്കുള്ള മെയിൻ റീസൺ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ശരി, പ്രഗ്നൻസി ഇപ്പോൾ തന്നെ 1:11 പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞാൽ ഐ തിങ്ക് വീഡിയോ കുറേ അധികം നീണ്ടുപോകും. ഒരു 1:40 പോകും. കാരണം പ്രഗ്നൻസിയുടെ കാര്യം കുറച്ചധികം എനിക്ക് പറയാനുണ്ട്. കുറച്ചധികം കോൾസിൻ്റെ കാര്യം, പിന്നെ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ, പിന്നെ അത് ഇൻസിഡൻറ്റ് എങ്ങനെയായിരുന്നു, പ്രഗ്നൻ്റ് ആയതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ കുറേ അധികം നീണ്ടുപോകും. അപ്പം ഇത് പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ പ്രഗ്നൻസിയുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാനത് അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ തന്നെ ഇടും. ഡോണ്ട് വറി. കറക്റ്റ് വെബ് സീരീസിന്റെ ഫോർമാറ്റ്. തീരാൻ നേരത്ത് നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ജനങ്ങളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തീർക്കുന്നു. വാട്ട് എ സ്ക്രിപ്റ്റ് ഫസ്മിന, സമ്മതിക്കണം. അതിന്റെ ഒരു ഫോർമാറ്റ് നോക്കണേ. ഏറ്റവും അവസാനം കൊണ്ടുവന്നിട്ട് പ്രഗ്നൻസി. കറക്റ്റ് വെബ് സീരീസ് ഒക്കെ തീർന്ന കണ്ടില്ല, ഈ രീതിയിലാണ് തീരുന്നേ. അടുത്ത എപ്പിസോഡ് കാണാൻ ഒരു ത്വര, ഇതിനകത്തൊരു മണ്ണംകട്ട ഇല്ലെങ്കിലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാനുള്ള ഒരു ത്വര ഇവിടെ ഇട്ടു തരും. ആ ഒരു ബ്രില്യൻസ്. നമുക്കൊരു കാര്യം പറയാനുള്ളൂ, ഇതൊരു മെഗാ സീരിയലാക്കി തീർക്കരുത്. 100ാമത്തെ എപ്പിസോഡിലെങ്കിലും നമ്മൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ ഈ അപരാധം ഒന്ന് നിർത്തായിരുന്നു. നമുക്കത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഇവന്റെ അപരാധം ഇനി കേൾക്കാൻ വയ്യത്. കേട്ട് മടുത്തടേ, ജനങ്ങളും മടുത്ത്. സീരിയസ്ലി ഇനി ഫസ്മിനയുടെ ആ ഒരു നമ്മൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഓഡിയൻസിന് അപരാധം കേൾക്കാൻ ഒരു രസമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പുകച്ച് തരുന്നു മാത്രം. അതിനെ പുകയ്ക്കാതെ ഫസ്മിനെ വീണിട്ടുണ്ട്, അത് നല്ലൊരു മനസ്സിലായി. വീണോണ്ടാണ് ഇപ്പൊ വന്ന് ഈ വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. അപ്പം മോളെ ഫസ്മിനെ, നമുക്ക് അറിയേണ്ടതൊന്നുമില്ല, നീ അറിയേണ്ട കാര്യങ്ങൾ പറയൂ. കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, വേറൊരു വീഡിയോ ഇട്ട് തരാം. അപ്പൊ ശരി.